ഒറ്റ ചോദ്യം ഞാൻ ചോദിക്കട്ടെ. സുപ്രീം കോടതിയുടെ വിധി എന്ന് പറയുന്നത് നിയമമാണ്. 2 തവണ കേന്ദ്ര സർക്കാർ ആ സമയത്ത് സംസ്ഥാന സർക്കാരിന് ആഭ്യന്തര വകുപ്പിന് കത്തയച്ചു. സ്ത്രീകളെ അവിടെ പ്രവേശിക്കുന്നതിനുള്ള സുരക്ഷ കൃത്യമായിട്ട് പാലിക്കണം, ഇല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് സുരക്ഷ തരാൻ തയ്യാറാണെന്നുള്ളത്. അവസാന ഘട്ടത്തിലാണ് മുഖ്യമന്ത്രി ലെറ്റർ കാണിച്ചത്. കേന്ദ്ര സർക്കാർ അത് നിഷേധിച്ചിട്ടില്ല. പിന്നെ എന്തിനായിരുന്നു അവിടെ സമരം നടത്തിയത്? സുപ്രീം കോടതി വിധിയെ പാലിക്കാതിരിക്കാൻ പറ്റുമോ? അത് വഴിയേ അറിഞ്ഞോളൂ. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ആവശ്യപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞിരുന്നത് ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു നിർദ്ദേശമായിരുന്നു. അതല്ലാതെ അവിടെ യുവതികൾ പ്രവേശിക്കാനായിട്ട് വരുന്ന ആൾക്കാർക്ക് സംരക്ഷണം കൊടുത്ത് അവരെ കൊണ്ടുപോകാനായിട്ട് അവർ പറഞ്ഞിട്ടില്ല. 1. 2, ശബരിമലയെ തകർക്കാൻ ആരും ശ്രമിച്ചാൽ കഴിയില്ല എന്ന് അത് മറ്റുള്ള എല്ലാവർക്കും അറിയാമായിരുന്നു. അതൊരു പാഠമായിട്ട് പഠിച്ചത് CPM ആണ്. അതുകൊണ്ടാണ് അന്ന് പല വീടുകളിലും പോയി തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് അവർ മാപ്പ് പറഞ്ഞു എന്ന് മാധ്യമ വാർത്തകൾ വന്നത്. ഇനി അടുത്ത വിധിയാണ് നടപ്പാക്കിയത് എന്നും വിധി സംസ്ഥാന സർക്കാരിന് ബൈൻഡിംഗ് ആണ് എന്നും പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിന്റെ ഡയറക്റ്റീവ് ഒന്നും തന്നെ ആ വിധിയിൽ ഉണ്ടായിരുന്നില്ല. ശബരിമല സ്പെസിഫിക് ആയിരുന്നില്ല വിധി. ഒരു നിയമത്തിലുണ്ടായിരുന്ന 3B എന്ന് പറയുന്ന, അതായത് ചില സന്ദർഭങ്ങളിൽ സ്ത്രീകൾക്കുള്ള വിലക്ക് അത് ഇല്ലാതെയാക്കുന്നു എന്നത് മാത്രമാണ്. അതല്ലാതെ ശബരിമലയിലേക്ക് ആൾക്കാരെ പ്രത്യേകിച്ച് കൊണ്ടുപോകണമെന്ന് വിധിയിൽ പറഞ്ഞിരുന്നില്ല. ഇനി സർക്കാരിന് ബൈൻഡിംഗ് ആയിട്ടുള്ള ഒരു വിധി ആ സമയത്ത് ഉണ്ടായിരുന്നു. സഭാ തർക്കവുമായി ബന്ധപ്പെട്ട് ഓർത്തഡോക്സ് യാക്കോബൈറ്റ് പ്രശ്നമുണ്ടാകുന്ന സമയത്ത് ഡയറക്റ്റീവായിട്ടുള്ള ഒരു വിധി സംസ്ഥാന സർക്കാരിന് മേൽ ഉണ്ടായിരുന്ന സമയത്ത് ആ വിധി പാലിക്കുന്നതിന് സുപ്രീം കോടതിയുടെ ഓർഡറായിട്ടും സർക്കാർ ചെയ്തില്ല. പകരം സമവായത്തിന് ശ്രമിച്ചു. ഈ സമവായം അന്ന് വിശ്വാസികളോടൊപ്പം സർക്കാർ ചേർന്ന് നടപ്പാക്കണം എന്നുള്ളത് മാത്രമായിരുന്നു അന്ന് നമ്മൾ പറഞ്ഞിരുന്നത് എന്ന് താങ്കൾ ഓർക്കണം. ഇനി ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ, എനിക്കത് ഓർമ്മയില്ല. ഇനി താങ്കൾ പറഞ്ഞിരുന്ന ഒരു അനാലജി തെറ്റാണ്. കോട്ടയത്ത് വന്നിട്ട് ഒരുപറ്റം തമിഴ്നാട്ടിലെ അയ്യപ്പ വിശ്വാസികൾ ഒരു അവിശ്വാസിയുടെ പറമ്പിൽ ഭക്ഷണം പാകം ചെയ്തോട്ടെ എന്ന് ചോദിക്കുന്നതും ആ വീട്ടിലെ അവിശ്വാസികൾ എല്ലാവരും കൂടി കെട്ടി ശബരിമലയ്ക്ക് തൊഴാൻ പോകുന്നതും ഒരേപോലെയുള്ള കാര്യമല്ല. ചെറിയൊരു ഉദാഹരണം പറയാം. ആറ്റുകാൽ പൊങ്കാല നടക്കുന്ന സമയത്ത് ഭക്തരായിട്ടുള്ള ഹിന്ദു സ്ത്രീകൾക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന, വെള്ളവും മറ്റ് സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന മുസ്ലിങ്ങളുണ്ട്. മഹല്ല് കമ്മിറ്റികളുടെയും മറ്റു നേതൃത്വത്തിൽ, പള്ളികളുടെ നേതൃത്വത്തിൽ മുസ്ലിങ്ങൾ ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞിട്ട് ഈ മുസ്ലിങ്ങളുടെ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലെ സ്ത്രീകളെല്ലാം വന്ന് പൊങ്കാല ഇടണം എന്നതിന് അർത്ഥമില്ലല്ലോ. പിന്നെ ഒരു കാര്യത്തിൽ ശ്രീ റെജി ലൂക്കോസിന് ഒരു ബിഗ് സല്യൂട്ട് ഉണ്ട്. കാരണം ഞാൻ ചോദിച്ചത് ബിന്ദു അമ്മണിയെ നിങ്ങൾ മുഖ്യാതിഥിയായി കൊണ്ടുവരുമോ എന്നാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരുപക്ഷെ ഞാൻ ഇന്നേ വരെ പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യമാണ്. അവിടെ കലക്കാൻ വരുന്ന ഒരു തങ്കമ്മയും അവിടെ വരേണ്ടതില്ല എന്നാണ് ശ്രീ റെജി ലൂക്കോസ് പറഞ്ഞത്. ഈശ്വര, ഇവിടെ ആരും പറഞ്ഞു ചിരിക്കാനായിട്ട്.